ഹായ് എവരിവൺ, എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് മുന്നേ തന്നെ പറഞ്ഞിട്ടുള്ള നമുക്ക് കയ്യിലുള്ള വീഡിയോസും ഫോട്ടോസും എല്ലാം നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഫ്രീ ആയിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാം. ഒരു എഡിറ്റിംഗ് ആപ്പിലൂടെ നമുക്ക് വീഡിയോസ് നമുക്ക് എഡിറ്റ് ചെയ്ത് വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും നമുക്ക് വീഡിയോയിലൊപ്പം ചേർത്ത് തന്നെ ഫോട്ടോസും യൂസ് ചെയ്യാനായിട്ട് കഴിയും. വലിയൊരു പ്രോ എഡിറ്റർ ആവണമെന്നൊന്നുമില്ല. നമ്മുടെ ഉള്ളിലുള്ള സന്ദേശം എന്താണെന്നുള്ളത് ആ വീഡിയോയിലൂടെ പകർത്തി അതിനെ എഡിറ്റ് ചെയ്ത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ട ഒരു ചെറിയൊരു കാര്യമാണ് ഉള്ളത്. അതിനുവേണ്ടി വലിയ രീതിയിലുള്ള തലപുകയിലോ അതായത് പെർഫെക്ഷൻ നോക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയത്. എന്താണോ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ആ ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ആ വീഡിയോസിലൂടെ പറയാം, അല്ലെന്നുണ്ടെങ്കിൽ ചെയ്ത് കാണിക്കുന്ന ഒരു വീഡിയോ ആവാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലൂടെ പകർത്തി മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. അപ്പോൾ നിങ്ങൾ ആരും തന്നെ ഒരിക്കലും ഒരു നല്ല രീതിയിലുള്ള എഡിറ്ററായി ഒരു പെർഫെക്ഷന് വേണ്ടി നിൽക്കേണ്ട ആവശ്യമേ ഇല്ല. ഒരു മെയിനായിട്ട് നമുക്ക് വീഡിയോയിൽ ആവശ്യം കട്ടിങ് എന്ന് പറയുന്നൊരു ആവശ്യമുണ്ട്. അതായത് വീഡിയോയിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുക, അതിനുശേഷം അത് ജോയിൻ ചെയ്യിപ്പിക്കുക. പിന്നെ ഉള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു വീഡിയോയിൽ നിന്ന് അടുത്ത വീഡിയോയിലേക്ക് എത്തുമ്പോൾ ഉള്ളൊരു ട്രാൻസിഷൻ, അങ്ങനെയുള്ളൊരു ചെറിയൊരു കാര്യമുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് വണ്ടികളുടെ സൗണ്ട് കേൾക്കാറുണ്ട്, പട്ടികളുടെയും കാക്കയുടെയും അങ്ങനെയുള്ള ചെറിയ ചെറിയ സൗണ്ടുകൾ കേൾക്കാറുണ്ട്. ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരുപാട് ചെറിയ ചെറിയ നോയ്സുകൾ നമുക്ക് വരാറുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യണം. ഇപ്പോൾ യൂട്യൂബ് ലൈബ്രറി തന്നെ ഒരുപാട് ചെറിയ ചെറിയ മ്യൂസിക്സ് നമുക്ക് ഫ്രീ ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് കഴിയും. വീഡിയോയുടെ അകത്ത് തന്നെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് കഴിയും. അത്തരത്തിലുള്ള മ്യൂസിക്സ് നമുക്കിഷ്ടമുള്ള മ്യൂസിക്സ് നമ്മൾ തിരഞ്ഞെടുത്ത് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് കഴിയും. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ഡബ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇൻഫർമേഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് വീഡിയോയ്ക്ക് നമുക്ക് ഡബ് ചെയ്യാനായിട്ട് കഴിയും. ഒറിജിനൽ ഓഡിയോ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട്, അതായത് വേണമെങ്കിൽ വോളിയം കുറച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡബ് ചെയ്ത് നമ്മളായിട്ടുള്ള ശബ്ദത്തിൽ എന്താണോ വീഡിയോയ്ക്കകത്ത് നടക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ശബ്ദം കൊടുത്തുകൊണ്ട് ഈ ഇൻഫർമേഷൻ ആ വീഡിയോയിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ സ്വന്തം ഫോണിലുള്ള ക്യാമറയിലൂടെ ആയിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള കാര്യം അത്രയ്ക്കുള്ള ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. നമ്മൾ DSLR ആ ഒരു ലെവലിലോട്ടൊന്നും പോകുന്നില്ല. നമ്മുടെ കയ്യിലുള്ള ചെറിയ ഫോണിൽ നിന്നാണ് നമ്മൾ ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോഴുള്ള വമ്പന്മാരായിട്ടുള്ള യൂട്യൂബേഴ്സും അല്ലെന്നുണ്ടെങ്കിൽ വ്ളോഗേഴ്സും എല്ലാവരും സ്വന്തം ചെറിയ നമ്മുടെ തന്നെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിൽ നിന്ന് തന്നെയായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. ആദ്യമേ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ആവശ്യമേ ഇല്ല. നമ്മുടെ സിമ്പിൾ ഞാനും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്വന്തം മൊബൈലിലെ ക്യാമറ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തുടങ്ങുക.